നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസ, ഹ്യൂസ്റ്റൺ, ടെക്സസ്. എയറോനോട്ടിക്സ് ഗവേഷണം, ബഹിരാകാശ ഗവേഷണം, ബഹിരാകാശ യാത്രികർക്കുള്ള പരിശീലനം എന്നിവയ്ക്ക് ഉത്തരവാദിത്വം വഹിക്കുന്ന US ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഏജൻസിയാണ് 1958 സ്ഥാപിതമായ നാസ. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ മാത്രമല്ല, ഈ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ ആയിരക്കണക്കിന് ദൗത്യങ്ങളും ഗവേഷണങ്ങളും നടത്തുകയും ന്യൂ ഹൊറൈസൺസ് പോലുള്ള നൂതന റോബോട്ടിക് ബഹിരാകാശ വാഹനങ്ങളും പെർസിവറൻസ് പോലുള്ള പ്ലാനറ്ററി റോവറുകൾ ഉപയോഗിച്ച് സൗരയൂഥത്തിലുടനീളം മാത്രമല്ല അതിനപ്പുറമുള്ള അനന്തമായ പ്രപഞ്ചവും പര്യവേക്ഷണം ചെയ്ത് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ഏജൻസിയാണ് നാസ. ലിൻഡൻ ബി ജോൺസൺ സ്പേസ് സെൻറ്റർ, അതായത് ഹ്യൂസ്റ്റൺ നാസ, എന്താണ് ചെയ്യുന്നത്? ഹ്യൂസ്റ്റണിലെ നാസയും ഫ്ലോറിഡയിലെ നാസയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചന്ദ്രനിൽ മനുഷ്യൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്ന കല്ലുകളും മണ്ണും നാസയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ? നാസ വിക്ഷേപിച്ചിട്ടുള്ള ഏറ്റവും ശക്തിയേറിയ ദൂരദർശിനി ഏതാണ്? ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിയന്ത്രിക്കുന്നത് എവിടെ നിന്ന്? നാസയുടെ അടുത്ത ദൗത്യം എന്താണ്? ഇങ്ങനെയുള്ള അനേകം ചോദ്യങ്ങൾക്ക് ട്രാൻസ് അറ്റ്ലാന്റിക് ക്രിയേഷൻസ് ഉത്തരം നൽകുന്നു. ഞങ്ങളുടെ നാസയിലേക്കുള്ള യാത്രയിൽ കണ്ട ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ കാണുന്നതിനായി ഈ വീഡിയോ തുടർന്ന് കാണുക. നീണ്ട 8 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഒക്ലഹോമ സിറ്റിയിൽ നിന്നും ഹ്യൂസ്റ്റണിലെ നാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത എക്സിറ്റാണ് നാസ. വാഹനം ഓടിക്കുന്നത് ലിറ്റു തോമസ്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയായിരുന്നു ഞങ്ങളുടേത്. ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്ന മണ്ണ്, ചന്ദ്രനിൽ ഇറങ്ങിയ പേടകം, ഉൽക്കകൾ, റോക്കറ്റുകൾ, ശൂന്യാകാശത്ത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഭൂമിയെ വലം വച്ച സ്പേസ് ഷട്ടിലുകൾ, ഇവയൊക്കെ കണ്ടതും മാത്രമല്ല ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്ന 3.8 ബില്യൺ വർഷം പഴക്കമുള്ള കല്ല് കൈകൊണ്ട് തൊടുവാൻ കഴിഞ്ഞതും അവിസ്മരണീയമായ അനുഭവങ്ങളിലൊന്നായിരുന്നു. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററും ഹ്യൂസ്റ്റൺ ജോൺസൺ സ്പേസ് സെൻറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൻ്റെ ഭാഗമായ കേപ്പ് കനാവറൽ റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും ലാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ ഇതിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഹ്യൂസ്റ്റണിലെ നാസയിൽ നിന്നാണ്. ഹ്യൂസ്റ്റൺ നാസയിൽ റോക്കറ്റ് വിക്ഷേപണം നടക്കുന്നില്ല. പ്രധാനമായും ഇതൊരു ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനാണ്, അതായത് US ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമിൻ്റെ ഹോം ആൻഡ് മിഷൻ കൺട്രോൾ സെൻറ്റർ. 2,50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ വിശാലമായ സമുച്ചയം പ്രതിവർഷം 2 ദശലക്ഷം സന്ദർശകരെ ആതിഥേയരാക്കുന്നു. ജോൺസൺ സെൻറ്ററിൻ്റെ $2 ബില്യൺ വിലയുള്ള ഈ കെട്ടിടം ഹ്യൂസ്റ്റൺ നഗരത്തിൻ്റെ തെക്കുകിഴക്കായി ക്ലിയർ ലേക്ക് ഏരിയയിൽ 1620 ഏക്കറാണ്. ഏകദേശം 6 മണിക്കൂർ ഞങ്ങളിവിടെ ചിലവഴിച്ച് തയ്യാറാക്കിയ അതിശയകരമായ ഈ അറിവുകൾ മുതിർന്നവർക്കും കുട്ടികൾക്കും അറിവ് പകരുമെന്നുള്ളതിൽ സംശയമില്ല. ഞങ്ങൾ പകർത്തിയ ഈ വിവരങ്ങൾ ഒന്നൊന്നായി കാണുക. ലോകത്തിലേക്കും ഏറ്റവും വലിയ ഉൽക്കയാണ് ഈ കാണുന്നത്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉൽക്കാശില തൊടുവാൻ കഴിഞ്ഞത് മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. 650 കിലോഗ്രാം ഭാരമുള്ള ഈ ഉൽക്കയെ ഒന്ന് തൊട്ടുനോക്കുവാൻ അനേകം സന്ദർശകരാണ് പ്രതിദിനം എത്തുന്നത്. ഏകദേശം 5 ബില്യൺ വർഷം പഴക്കമുള്ള ഈ ചൊവ്വ ഉൽക്കാശിലയ്ക്ക് നാസ ഇട്ടിരിക്കുന്ന വില $2 മില്യൺ, അതായത് ഏകദേശം 17 കോടി രൂപ. ചന്ദ്രനിൽ നിന്നുണ്ടെന്ന സാമ്പിളാണ് ഈ റൂമിൽ വച്ചിരിക്കുന്നത്. ഇതെല്ലാം അവിടെ നിന്നുണ്ടെന്ന കല്ലുകളാണ്. ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്ന ഒരു യഥാർത്ഥ ചന്ദ്രപാറ സ്പർശിക്കുവാൻ കഴിയുന്നതും ഒരു സ്പേസ് ഷട്ടിലിനകം ബോയിങ് 747 ഡബിൾ ഡെക്കർ സ്പേസ് ഷട്ടിൽ കാരിയർ വിമാനം ഇവ കാണുവാൻ കഴിയുന്നതുമായ ലോകത്തിലെ ഒരേ ഒരു സ്ഥലമാണ് സ്പേസ് സെൻറ്റർ ഹ്യൂസ്റ്റൺ. ഇവിടുത്തെ ലൂണാർ സാമ്പിൾ ലാബ് ഫെസിലിറ്റിയാണ് അപ്പോളോ മൂൺ റോക്കുകളുടെ പ്രധാന ശേഖരം. ഭൂരിഭാഗം പാറകളും ഈർപ്പമില്ലാതെ സൂക്ഷിക്കുവാൻ നൈട്രജനിൽ സംഭരിച്ചു വച്ചിരിക്കുന്നു. ഈ കാണുന്നതാണ് അവസാദശില അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്സ്.
പാറയുടെയോ ധാതുക്കളുടെയോ അവശിഷ്ടങ്ങളുടെ തകർന്ന കോണീയ ശകലങ്ങൾ അടിഞ്ഞുകൂടിയാണ് ലൂണാർ ബ്രേച്ചിയ രൂപപ്പെടുന്നത്. ഇതാണ് ലൂണാർ ബസാൾട്ട്. ഉരുകിയ ലാവ തണുക്കുമ്പോൾ രൂപം കൊള്ളുന്ന അഗ്നിശിലകളാണ് ഇഗ്നിയസ് റോക്സ്. ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്ന 4 ബില്യൺ വർഷം പഴക്കമുള്ള ഒരു ആഗ്നേയശിലയാണിത്. ഇതാണ് ലൂണാർ അനോർദസൈറ്റ്. ചന്ദ്രനെ മൂടുന്ന ഉരുകിയ ലാവ സാവധാനത്തിൽ തണുത്താണ് ഇത് രൂപപ്പെടുന്നത്. ഇത് ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണാണ്, ലൂണാർ സോയിൽ. ഇതെല്ലാം ചന്ദ്രനിൽ കൊണ്ടുവന്ന സാമ്പിളാണ് വെച്ചേക്കുന്നത്. ചന്ദ്രനിലെ പാറ, മണ്ണ്, പൊടികൾ, മണൽ എന്നിവ ഉൾപ്പെടെ ഏകദേശം 400 കിലോ സാമ്പിളുകൾ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്ന ഈ മണ്ണിനെ തൊടുവാൻ അവസരമില്ല എങ്കിലും പ്ലാസ്റ്റിക് കവറിൽ കൂടി അടുത്ത് കാണുന്നത് പോലും വലിയൊരു ഭാഗ്യമായി സന്ദർശകർ വിലയിരുത്തുന്നു. ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്ന പാറക്കഷണത്തെ ഒന്ന് തൊട്ടു നോക്കുവാൻ 100 കണക്കിന് സന്ദർശകരാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും ഈ അവസരം പ്രയോജനപ്പെടുത്തി. 1972 ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന 3.8 ബില്യൺ ഇയേഴ്സ് ഓൾഡ് കല്ലാണിത്. അതിലാണ് ഞാനിപ്പോൾ തൊടുന്നത്. അപ്പോളോ മിഷനിൽ ആദ്യമായി ചന്ദ്രനിൽ പോയത് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരാണ്. അതിൽ മൈക്കൽ കോളിൻസ് ധരിച്ചിരുന്ന സ്പേസ് സൂട്ട് 55 വർഷങ്ങളായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഇനി പലർക്കും സംശയമുള്ള ഒരു ചോദ്യത്തിന് ട്രാൻസ് അറ്റ്ലാന്റിക് ക്രിയേഷൻസ് ഉത്തരം നൽകുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? മിക്കവരും ഒരു പ്രാവശ്യമെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ 1-2 തവണയല്ല, 1969 മുതൽ 1972 വരെ 6 പ്രാവശ്യം മനുഷ്യൻ മൂണിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. പോയിട്ടുണ്ടെന്ന് മാത്രമല്ല, അവിടെ അവസാനത്തെ അപ്പോളോ മിഷനിൽ 37 കിലോമീറ്റർ വരെ ബാറ്ററി പവർഡ് ലൂണാർ റോവർ വാഹനം ഓടിച്ചിട്ടുമുണ്ട്. ചന്ദ്രൻ്റെ ഈ കാണുന്ന ലൊക്കേഷനുകളിലാണ് അവർ കാലുകുത്തിയിട്ടുള്ളത്. 24 പേർ ചന്ദ്രനിലേക്ക് പലപ്പോഴായി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും 12 പേർ മാത്രമേ ചന്ദ്രനിൽ ഇറങ്ങി നടന്നിട്ടുള്ളൂ. ഈ കാണുന്നതാണ് ലൂണാർ റോവർ വാഹനം. ചന്ദ്രനിലെ താപനില 120 ഡിഗ്രി സെൽഷ്യസ് മുതൽ -170 ഡിഗ്രി വരെയാകാം. തീവ്രമായ താപനില വ്യതിയാനങ്ങളും റേഡിയേഷൻ എക്സ്പോഷറും നേരിടാൻ ലോഹം കൊണ്ട് നിർമ്മിച്ച ടയറുകളാണ് ലൂണാർ വാഹനത്തിൽ ഉപയോഗിക്കുന്നത്. സിങ്ക് പതിഞ്ഞ പിയാനോ വയർ ഉപയോഗിച്ച് നെയ്ത മെഷ് ഉപയോഗിച്ചാണ് ടയർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാറ്റേൺ ചക്രങ്ങളെ മൃദുവായ ചന്ദനമണ്ണിലേക്ക് പൊതിയുന്നത് തടയും. $38 മില്യൺ ലൂണാർ റോവറിൻ്റെ അന്നത്തെ നിർമ്മാണ ചെലവ്. ഇതിന്നത്തെ 250 കോടി രൂപ വില വരും. ഇതുപോലെയുള്ള 3 ലൂണാർ റോവറുകൾ ഇപ്പോഴും ചന്ദ്രനിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ലൂണാർ റോവറിൽ 2 പേർക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ മുന്നിൽ വളരെ ശക്തിയേറിയ ഒരു ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ട്. മൂണിലെ പാറകളിലിടിച്ച് മുൻവശം പലപ്പോഴും ഉയർന്നു വരികയും ലൂണാർ റോവർ തെന്നിപ്പോകുകയും ചെയ്തതിനാൽ 37 കിലോമീറ്റർ യാത്ര ചെയ്യുവാൻ അവർക്ക് 4.5 മണിക്കൂർ വേണ്ടി വന്നു. ആദ്യമായി മൂണിൽ പോയപ്പോൾ അതിലൊരാൾ ഉപയോഗിച്ച വാച്ചാണിത്. ആദ്യത്തെ ബഹിരാകാശ യാത്രികർ മൂണിൽ ഉപയോഗിച്ച വാച്ചും ടോർച്ചും കണ്ടത് വളരെ കൗതുകമായി. ഇതാണ് ലൂണാർ മോഡ്യൂൾ അല്ലെങ്കിൽ ഈഗിൾ. ഇത് ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ദൗത്യം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നും ബഹിരാകാശ യാത്രികരെ ഉയർത്തി ചന്ദ്രനെ ചുറ്റുന്ന കമാൻഡ് മോഡ്യൂളുമായി ഡോക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോളോ മിഷൻ 17-ൽ ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് തിരിച്ചു വന്ന കമാൻഡ് മോഡ്യൂൾ കണ്ടത് ഞങ്ങൾക്ക് അതിശയം പകർന്നു. ഒരു റോക്കറ്റിൻ്റെ ഭൂമിയിലേക്ക് തിരിച്ച് കടലിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഭാഗമാണ് കമാൻഡ് മോഡ്യൂൾ. ഇതിൽ 3 പേർക്ക് യാത്ര ചെയ്യാനുള്ള ഇരിപ്പിടങ്ങളും അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന ആഹാര സാധനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് തിരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിൻ്റെ സ്പീഡ് മണിക്കൂറിൽ 40,000 കിലോമീറ്ററാണ്. അതിനാൽ തന്നെ ശക്തമായ ഘർഷണം കാരണം ഇതിൻ്റെ താപനില ഏകദേശം 5000 ഡിഗ്രി വരെയാണ്. ഭൂമിയിൽ എത്തിയ ശേഷം പാരച്യൂട്ട് വഴി കടലിൽ ഇറങ്ങുകയും ചെയ്യുന്നു.
ഒരു റോക്കറ്റ് എഞ്ചിൻ ഹ്യൂസ്റ്റൺ നാസയിൽ വച്ചിരിക്കുന്നത് വളരെ കൗതുകത്തോടു കൂടിയാണ് ഞങ്ങൾ കണ്ടത്. 40 മില്യൺ ഹോഴ്സ് പവറുള്ള ഒരു പവർഫുൾ റോക്കറ്റ് എഞ്ചിനാണ് ഈ കാണുന്നത്. ഏകദേശം 5000 ഡിഗ്രി ചൂടുള്ള പുകയാണ് ഇതിൻ്റെ നോസിൽ കൂടി പുറന്തള്ളുന്നത്. ഇതിൻ്റെ ചുറ്റുമുള്ള ട്യൂബുകളിൽ നിറച്ചിരിക്കുന്ന ലിക്വിഡ് ഹൈഡ്രജനാണ് നോസിലിനെ തണുപ്പിക്കുന്നത്. ഈ കാണുന്നത് അപ്പോളോ മിഷന് വേണ്ടി ഉണ്ടാക്കിയ സാറ്റേൺ വി റോക്കറ്റാണ്. 36 നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് ഈ റോക്കറ്റിന്. ഈ റോക്കറ്റിൽ 5 എഞ്ചിനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിഫ്റ്റ് ഓഫിന് പൂർണ്ണമായും ഇന്ധനം നിറച്ച സാറ്റേൺ വി റോക്കറ്റിൻ്റെ ഭാരം 3 മില്യൺ കിലോഗ്രാമാണ്. അതായത് മൂൺ ലാൻഡിംഗ് ദൗത്യത്തിനായി സാറ്റേൺ വി ഉപയോഗിച്ച ഇന്ധനത്തിൻ്റെ അളവ് ഉപയോഗിച്ച് ഒരു കാറിന് 800 തവണ ഈ ഭൂലോകം മുഴുവൻ ചുറ്റുവാൻ കഴിയും. 1968 ബഹിരാകാശ യാത്രികർ മൂണിലേക്ക് യാത്ര ചെയ്തപ്പോൾ അപ്പോളോ 8 റോക്കറ്റ് കൺട്രോൾ ചെയ്ത അതേ കൺട്രോൾ റൂമിൽ കയറുവാൻ കഴിഞ്ഞത് അവിശ്വസനീയമായൊരു സ്വപ്നമായി ഞങ്ങൾക്ക് തോന്നി. അപ്പോളോ 8 കൺട്രോൾ റൂമിലേക്ക് കയറാനുള്ള അവസരം ലഭിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. You are now in the final minutes before the launch of Apollo 8, right here where it actually happened. Mankind is about to leave his planet behind and journey to another. It is one of those rare moments. 1968 അപ്പോളോ മൂണിലേക്ക് പോയപ്പോൾ അവർ കൺട്രോൾ ചെയ്ത കൺട്രോൾ റൂമാണിത്. അപ്പോളോ 8 ശൂന്യാകാശത്തേക്ക് കുതിക്കുന്ന വീഡിയോ അവിടെ പ്രദർശിപ്പിച്ചത് ഞങ്ങൾ ശ്വാസം അടക്കിപ്പിടിച്ചാണ് കണ്ടത്. കഴിഞ്ഞ 60 വർഷത്തിലേറെയായി ഹ്യൂസ്റ്റൺ നാസയുടെ ലിൻഡൻ ബി ജോൺസൺ സ്പേസ് സെൻറ്റർ കണ്ടെത്തലിൻ്റെയും നേട്ടങ്ങളുടെയും തുടർച്ചയായ സാഹസികതയിലേക്ക് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. സാങ്കേതികവും ശാസ്ത്രീയവുമായ കണ്ടുപിടുത്തങ്ങളിലൂടെ ഈ ലോകത്തെ 21ാം നൂറ്റാണ്ടിലേക്ക് വിജയകരമായി കൈപിടിച്ചുയർത്തുന്നതിൽ കേന്ദ്രം നിർണായക പങ്കുവഹിച്ചു. ഭൂമിയിൽ നിന്നും 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെ വിക്ഷേപിച്ച ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി, ഗ്രേറ്റ് ഒബ്സർവേറ്ററികൾ, ക്രൂലെസ് ലോഞ്ച്, മെർക്കുറി ജെമിനി എന്നീ പ്രൊജക്റ്റുകൾ, അപ്പോളോ മൂൺ ലാൻഡിംഗ് ദൗത്യങ്ങൾ, സ്കൈലാബ് ബഹിരാകാശ നിലയം, ബഹിരാകാശ ഷട്ടൽ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, ഓറിയോൺ ബഹിരാകാശ പേടകം, ചാന്ദ്ര ആർട്ടമിസ് എന്നിവയിലൂടെ ജ്യോതിശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തി നാസ മനുഷ്യൻ അസാധ്യമെന്ന് വിചാരിച്ച കാര്യങ്ങൾ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയേഴ്സ് 9 ട്രില്യൺ കിലോമീറ്ററാണ്. അതായത് 9ന് ശേഷം 12 പൂജ്യം വലതുവശത്തിടുന്നതാണ് ട്രില്യൺ. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ വീതി ഏകദേശം 1 ലക്ഷം പ്രകാശവർഷമാണ്. ഇതിലും വലുപ്പമേറിയ ഏകദേശം 2 ട്രില്യൺ ഗാലക്സികളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. പ്രപഞ്ചത്തിന് കുറഞ്ഞത് 500 ബില്യൺ പ്രകാശവർഷമെങ്കിലും വ്യാസമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഒരുപക്ഷെ അതിലേറെയും, അല്ലെങ്കിൽ അനന്തവും. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അതിർത്തി നിർണ്ണയിക്കുവാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കോടാനുകോടി നക്ഷത്രങ്ങൾ, നക്ഷത്ര വ്യൂഹങ്ങൾ, നക്ഷത്ര സമൂഹങ്ങൾ, ഗാലക്സികളുടെ കൂട്ടങ്ങൾ എന്നിവയുൾപ്പെടെ മനുഷ്യബുദ്ധിക്ക് അപ്പുറമായി വളരെ വലുതായ നിരവധി കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്നു. നാസയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുമ്പെങ്ങുമില്ലാത്ത വിധം നമ്മുടെ ലോകത്തെയും പ്രപഞ്ചത്തെയും പര്യവേക്ഷണം ചെയ്യുവാനും ആ പര്യവേക്ഷണത്തിൽ നിന്ന് സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിക്കുവാനും അഹോരാത്രം പ്രവർത്തിക്കുന്നു. ഒന്നും അസാധ്യമല്ല എന്ന ആപ്തവാക്യത്തോടെ ഇവർ 1000 കോടി പ്രകാശവർഷങ്ങൾക്ക് അപ്പുറം മിന്നുന്ന നക്ഷത്രജാലങ്ങളെയും ഗാലക്സികളെയും കുറിച്ച് പഠിക്കുവാൻ ഇന്നും ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിൻ്റെ വാക്കുകൾ കൂടി കേട്ടിട്ട് ഈ വീഡിയോ ഉപസംഹരിക്കുന്നു. അദ്ദേഹത്തോട് ചേർന്ന് നമുക്കും ഈ വാക്കുകൾ ഉച്ചരിക്കാം. ഒരു സ്വപ്നവും അസാധ്യമല്ല.